മാളുവാണ് ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓവർ ടു യു മാളു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകി ക്ഷമയോടുകൂടി ഇരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടുകാരനെയും വീട്ടുകാരനെയും പരിപാടിക്കൊക്കെ ഇങ്ങനെ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ ഒരു മടിയില്ല. പക്ഷെ സ്വന്തം കല്യാണവും ആദ്യമായിട്ട് കൊടുക്കുന്ന വേഷമൊക്കെ ആയിട്ട് ഞാൻ ഇച്ചിരി വിറച്ച് നിൽക്കുക. എന്നാലും ഞാൻ പറയാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെയും കല്യാണ പെണ്ണിൻ്റെയും കല്യാണ ചെറുക്കൻ്റെയും വീട്ടുകാരെ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോവാണ്. ഞാൻ ആദ്യം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എൻ്റെ അപ്പേനെയും അമ്മേനെയാണ്. ഇത് നമുക്ക് പേരൻസ് ഉണ്ടാകുമ്പം അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാൽ അത് അവരുടെ കടമയാണെന്നോർത്ത് നമ്മൾ പലതും അക്നോളജ് ചെയ്യാറില്ല. പക്ഷെ ഞാനിത് ഓപ്പൺലി പറയാണ്, മക്കളെ ഇത്രയും എന്താ പറയുക വിശ്വസിക്കുന്ന ഒരപ്പനും അമ്മയും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും, പറഞ്ഞാൽ ഒട്ടും ഒന്നും ആകത്തുമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ട അപ്പേനെയും അമ്മേനെയും ഇതുവരെ ചെയ്തു തന്ന എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ അപ്പയും അമ്മയും തന്ന ഗിഫ്റ്റ് നിഞ്ചേട്ടനാണ്. എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പ നല്ല പയ്യനാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് താങ്ക്സ്. കൂടുതൽ പറഞ്ഞാൽ ഞാൻ കരയും. അപ്പയും അമ്മേനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ബൈ ദ വേ, നമ്മൾ ക്രിസ്ത്യാനികൾക്കൊരു ഒരു ഒരു പദപ്രയോഗമുണ്ട്, കാവൽ മാലാഖ. അപ്പം ഞാൻ ജനിച്ചപ്പോൾ കർത്താവിന് തോന്നി ഇതിനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല, ഇതിനൊരാൾ വേണം എന്ന് തന്നെ കരുതി വിട്ടതാണ്. റിയാപ്പിങ് കയറിപ്പോയി, ബാക്കി ഞാൻ പറഞ്ഞോളാം. അപ്പോൾ എന്താ പറയുക, റിയാപ്പി പറഞ്ഞ പോലെ കന്നാസും കടലാസുമാണ്, എപ്പോഴും ഒരുമിച്ചാണ്. എൻ്റെ അമ്മയെപ്പോലെയാണ് സത്യം പറഞ്ഞ റിയാപ്പി. ഞാൻ കല്യാണത്തോടനുബന്ധിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മേ മാളുവിന് മുട്ട കൊടുത്തേ, അമ്മേ മാളുവിന് പാല് കൊടുത്തേ, ഇങ്ങനെയാണ് റിയാപ്പി. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. സാധാരണ ഞാൻ പറയും എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയത്തിയ ഉള്ളതെന്ന് പറയുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഭയങ്കര അടിയായിരിക്കുമല്ലേ എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞങ്ങൾക്ക് ക്രിസ്മസിനോ ഈസ്റ്ററിനോ എന്താഘോഷങ്ങൾക്കോ എപ്പോഴെങ്കിലും ഡ്രസ്സ് എടുത്താൽ ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കിയിട്ട് പറയും മാളു ഇതാ ഏറ്റവും നല്ല ഡ്രസ്സ്, ഇത് മാളു എടുത്തോ. അങ്ങനെ ഒരു അനിയത്തിയാ. അപ്പം എൻ്റെ റിയാപ്പിനെ ഞാൻ ഒഫീഷ്യലി വെൽക്കം ചെയ്യുന്നു. അടുത്തതായിട്ട് നിഞ്ചേട്ടനെ പറ്റി ഓൾറെഡി റിയാപ്പി പറഞ്ഞു. നിഞ്ചേട്ടൻ്റെ പേരൻസിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നിഞ്ചേട്ടൻ്റെ ഡിയറസ്റ്റ് ഡാഡി ഇപ്പം ഇവിടെ വന്നിട്ടില്ല. ഡാഡി ട്രിവാൻഡ്രത്താണ്. ഡാഡിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നിഞ്ചേട്ടൻ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുമ്പോഴും നിഞ്ചേട്ടൻ്റെ കഥകളിലെ ഹീറോ ആണ് ഡാഡി. ഡാഡി ഇങ്ങനെയാണ് ഷൂസ് ഇടുന്നത്, ഡാഡി അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്, ഡാഡിക്ക് ഈ പെർഫ്യൂമാണ് ഇഷ്ടം. അങ്ങനെ കുറേ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിഞ്ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഡാഡിയെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കാണ്. കല്യാണത്തിന് നമുക്കൊക്കെ ഡാഡീനെ മീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നിഞ്ചേട്ടൻ്റെ മമ്മിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. മമ്മി പ്ലീസ് കം. നല്ലൊരു കയ്യടി കൊടുക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പയും അമ്മയും റിയാപ്പി എല്ലാവരും കൂടി ചെയ്ത കാര്യങ്ങൾ മമ്മി ബോൾഡായിട്ട് മമ്മി ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് മമ്മി. അതുപോലെ എനിക്ക് മമ്മിയോട് പറയാനുള്ള വേറൊരു കാര്യം, മമ്മി നല്ലൊരു മകനെ വളർത്തി, നല്ലൊരു മനുഷ്യനെ വളർത്തിയെടുത്തു. എനിക്ക് നിഞ്ചേട്ടനോട് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. അതാണ് പിന്നെ ലവായിട്ടും ഇപ്പം മനസ്സമ്മതമായിട്ടും അടുത്ത ആഴ്ച കല്യാണമായിട്ടും മാറുന്നത്. അടുത്തതായിട്ട് ഞാൻ നിഞ്ചേട്ടൻ്റെ ഒരേ ഒരു സഹോദരി പെങ്ങൾ മോൾക്കുട്ടി ചേച്ചീനെയും ഹസ്ബൻഡ് പ്രശാന്ത് ഏട്ടനെയും അവരുടെ സ്വീറ്റസ്റ്റ് നിഞ്ചേട്ടൻ്റെ ഹാർട്ട് ത്രോബ്, നിഞ്ചേട്ടൻ്റെ ചങ്കും കരലുമായ പപ്പൂസിനെയും 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മോൾക്കുട്ടി ചേച്ചി നിഞ്ചേട്ടൻ്റെ അനിയത്തിയാണ്. പക്ഷെ നിഞ്ചേട്ടൻ പനിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മോൾക്കുട്ടി ചേച്ചി ഫുഡ് കരഞ്ഞുകൊണ്ട് വാരി കൊടുത്തിട്ട് പറയാം എൻ്റെ ചേട്ടനല്ല എൻ്റെ മോനാന്ന്. അങ്ങനൊരു ബോണ്ടാണ്. പിന്നെ എനിക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ, പലർക്കും പല ഇത് കാണും, അഭിപ്രായം കാണും. എനിക്ക് എന്തെങ്കിലും ഒരു അഹങ്കാരം ഈ ലോകത്തുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബമാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജു ചിറ്റേനെയും ജിൻസാൻറ്റീനെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. എൻ്റെ അപ്പയുടെ അനിയനാണ്. പിന്നെ എൻ്റെ അപ്പയുടെ വേറൊരു അനിയൻ ബേബി ചിറ്റയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. ചിറ്റ കുവൈറ്റിലാണ്. എങ്കിലും ഒരു ദിവസം 3 തവണ എന്നെ വിളിക്കും. നീ ഏത് സാരിയാണ് ഉടുക്കുന്നത്, നിൻ്റെ സാരിയുടെ കളർ എന്താ, നീ എത്ര മാല ഇടുന്നത്, നീ എത്ര വള ഇടുന്നത്, നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പയുടെ അമ്മയുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രായിച്ചിട്ടേനെയും ജിൻസാൻറ്റിനെയും കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. എന്നെ കുഞ്ഞിലേ തൊട്ട് കണ്ടു വളർന്നവരാണ് ഇവിടെ ഉള്ളവർ, എൻ്റെ യൂണിറ്റിലുള്ളവർ, എൻ്റെ പള്ളിയിലുള്ളവർ, എൻ്റെ അപ്പയുടെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നിഞ്ചേട്ടൻ്റെയും ഏറ്റവും ക്ലോസസ്റ്റ് ഫാമിലി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്.
വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ കയ്യിലൊരു സ്ക്രിപ്റ്റ് ഇല്ല, ആരെയൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഐ തിങ്ക് ഞാൻ ക്ലോസസ്റ്റ് ഫാമിലീനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്.